ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ആഹാരം അമൂല്യം, പാഴാക്കാതെ പങ്കുവയ്ക്കാം. ഭൂമിയിൽ ജീവനെ തന്നെ നിലനിർത്തുന്ന ശക്തികളിൽ ഒന്നാണ് ആഹാരം. ആഹാരമില്ലായ്മ ജീവജാലങ്ങൾ നേരിടുന്ന പരിതാപകരമായ അവസ്ഥയാണെന്ന് പറയേണ്ടതില്ലല്ലോ. വിശപ്പ് ഒരു മഹാവ്യാധി തന്നെയാണ് എന്നത് ഒരു വസ്തുതയാണ്. വിശക്കുന്ന വയറിന് ആഹാരം നൽകുന്നത് മറ്റേതൊരു പുണ്യപ്രവൃത്തിയേക്കാളും മഹത്തരവുമാണ്. എന്നാൽ ഭൂമുഖത്ത് കോടാനുകോടി ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ അതിനായി കൈനീട്ടുന്നതും ഒട്ടിയ വയറും ഒഴിഞ്ഞ പാത്രങ്ങളുമായി പൊരിവെയിലിൽ ക്യൂ നിൽക്കുന്നതും ഇന്ന് മനുഷ്യരാശിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായി മാറുകയാണ്. സമ്പന്ന രാജ്യങ്ങൾ മിച്ചം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിച്ചു കളയുമ്പോൾ ദരിദ്ര രാജ്യങ്ങളിലുള്ളവർ ഭക്ഷണത്തിനു വേണ്ടി പിടിവലി കൂടുന്ന കാഴ്ച. ലോകത്തുൽപ്പാദിപ്പിക്കുന്ന ആകെ ഭക്ഷണത്തിന്റെ ഏകദേശം 1/3 ഓരോ വർഷവും പാഴായി പോകുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ധനാഢ്യർക്ക് വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയാറില്ലെങ്കിലും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാചിക്കുന്നവരും സ്വന്തം മക്കളുടെ ഒരു ജാൺ വയറിനു വേണ്ടി ഓടി നടക്കുന്നവരും ലോകത്ത് കുറവല്ല. നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളത് ആശാവഹമാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം. എന്നാൽ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഭക്ഷണ സാധനങ്ങൾ അമിതമായി പാഴാക്കിക്കളയുന്ന പ്രവണതയും ഏറി വരികയാണ്. സൽക്കാരങ്ങൾ, ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ തുടങ്ങിയ വേളകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ഭക്ഷണം പാഴായി പോകുന്നത്. കല്യാണ മണ്ഡപങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും എന്തിനേറെ നമ്മുടെ സ്വന്തം വീടുകളിലെ തീൻമേശകളിൽ നിന്ന് പോലും ധാരാളം ഭക്ഷണം ചവറ്റുകുട്ടയിലേക്ക് പോവുകയാണ്. ലോകത്തെ 200 കോടിയിലധികം ആളുകളുടെ വിശപ്പടക്കാൻ പര്യാപ്തമായ ഭക്ഷണമാണ് ഇത്തരത്തിൽ പാഴായി പോകുന്നത്. ആഹാരം പണം കൊടുത്താൽ കിട്ടുന്ന സാധനമാണെന്നും അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി തങ്ങൾക്കുണ്ട് എന്ന ഭാവത്തിലുമാണ് പലരും ഭക്ഷണകാര്യത്തിൽ ധാരാളിത്തം കാണിക്കുന്നതും അതാർക്കും ഉപകരിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു കളയുന്നതും. ഈ സാഹചര്യത്തിൽ ഭക്ഷണം പാഴാക്കൽ എന്നത് ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമായി കാണാനാകില്ലെന്നും അതൊരു സാമ്പത്തിക പാരിസ്ഥിതിക ദുരന്തം കൂടിയാണെന്നും പ്രമുഖ സാമൂഹ്യ ചിന്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ LR മധുജൻ പറയുന്നു. അമൂല്യമായി കരുതേണ്ട അന്നം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ ധാരാളിത്തം കൊണ്ടോ നമ്മൾ മാലിന്യത്തിലേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അത് മലിനമാക്കുന്നു. ഈ ഭക്ഷണം പാഴാക്കൽ എന്നത് ഒരു ധാർമ്മിക പ്രശ്നം മാത്രമല്ല, അതൊരു സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഒരു ദുരന്തം കൂടിയാണ്. പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് ഒരു ധാർമ്മിക പ്രശ്നമാണ്, അത് മാത്രമല്ല അതിനപ്പുറം സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഒരു ദുരന്തം കൂടിയാണ് എന്ന് വ്യക്തമായി തലമുറകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മറ്റാഘോഷ പരിപാടികൾ എന്നിവയിലെല്ലാം അമിതമായ ധാരാളിത്തം നമ്മൾ കാണിക്കുന്നുണ്ട്. ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണം പാഴാക്കി കളയുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ വേദനാജനകമാണ്. ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന ചിന്തയിൽ അമിതമായി ഭക്ഷണം പാചകം ചെയ്യുന്നു. ആ ചിന്ത തന്നെ വ്യക്തിത്വ വൈകല്യമാണ്. വിവാഹത്തിന് 500 പേരെ ക്ഷണിച്ചു എന്ന് കരുതൂ. അത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയേ തീരൂ. എന്നാൽ അത്രയും പേർ വന്നില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചിലരെങ്കിലും ചോദിക്കുന്നത്. ഭക്ഷണത്തിന്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാൽ നാണക്കേടാണ്, അതിൽ തർക്കമില്ല. എന്നാൽ ഭക്ഷണം ഏതെങ്കിലും രീതിയിൽ ബാക്കി വന്നാൽ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു മുൻധാരണ അതുണ്ടാകണം. ഏതെങ്കിലും ക്ഷേമ സ്ഥാപനങ്ങളുമായി ധാരണയുണ്ടാക്കാം, മറ്റേതെങ്കിലും ഭക്ഷണശാലകളുമായി ധാരണയുണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൗരവപരമായ ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ്. പാഴാക്കപ്പെടുന്ന ഭക്ഷണം ചീഞ്ഞളിഞ്ഞ് മീഥേൻ പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തുവിടുന്നു. ഇത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നു. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്ന വെള്ളം, വൈദ്യുതി, ഇന്ധനം എന്നിവയുടെ പാഴാക്കലും എല്ലാം ഇതിനോടൊപ്പം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പാഴാക്കുന്നത് വെറും ഭക്ഷണമല്ല, മറിച്ച് പ്രകൃതിയുടെ സമ്പത്തും കർഷകന്റെ വിയർപ്പുമാണ്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഭക്ഷണം പാഴാക്കുന്നത്? ഇതിന് പിന്നിൽ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൂടെയുണ്ട്. എല്ലാം സുലഭമാണ് എന്ന ചിന്തയാണ് ഇതിന് പ്രധാന കാരണം. ആവശ്യത്തിലധികം വാങ്ങാനും കഴിക്കാനുമുള്ള പ്രവണത. നമ്മുടെ തലച്ചോറ് ആഹാരത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് എടുത്തു കളയാനുള്ള വസ്തു മാത്രമായി പിന്നെ അതിനെ കാണാൻ തുടങ്ങും. ഹോട്ടലുകളിലും പാർട്ടികളിലും പാത്രത്തിൽ ഭക്ഷണം ബാക്കി വെച്ച് എഴുന്നേൽക്കുന്നത്
അവരുടെ സ്റ്റാറ്റസ് ആണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു. പാത്രം പൂർണ്ണമായി വൃത്തിയാക്കുന്നത് ഒരുതരം നാണക്കേടായി കരുതുന്ന ചിന്താഗതി ഉണ്ട്. ഈ ചിന്താഗതിയാണ് ഏറ്റവും വലിയ നാണക്കേടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വിശക്കുന്നവരുടെ കണ്ണിലെ തീഷ്ണത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി ഒരു തരി അന്നം പോലും പാഴാക്കില്ല എന്ന് ഓരോരുത്തർക്കും തീരുമാനമെടുക്കാനും കഴിയണം. അത് പരിശീലിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അന്നം അമൂല്യമാണ്, അത് ജീവിതമാണ്. സുരക്ഷിതമായ ഭക്ഷണം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം. എന്നാൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം നീതിയുക്തമല്ലാതെ വരികയും ഭക്ഷ്യോപഭോഗത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏറെയാണ്. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ആവശ്യക്കാരിലേക്ക് അവ പങ്കുവയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ അജി എസ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. കഴിക്കുന്നവർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഭക്ഷണത്തെയാണ് നാം സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും സുരക്ഷിത ഭക്ഷണം പ്രദാനം ചെയ്യുക എന്നത് രാജ്യത്തിൻ്റെ കടമയാണ്. ഗുണനിലവാരമുള്ള ഭക്ഷണം പ്രദാനം ചെയ്യുക എന്നതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം നാം പാഴാക്കാതിരിക്കുക എന്നത്. നമ്മുടെ ആഘോഷവേളകളിൽ ഭക്ഷണത്തിൽ നാം മിതത്വം പാലിക്കുകയും അവ പാഴാക്കാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ആഘോഷവേളകളിൽ ഭക്ഷണം സുരക്ഷിതമായ അവസ്ഥയിൽ തന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന മറ്റ് അർഹരായവരിലേക്ക് കൂടി എത്തിക്കാൻ നമുക്ക് കഴിയണം. ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം പാഴാകാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സേവ് ഫുഡ്, ഷെയർ ഫുഡ്, ഷെയർ ജോയ് എന്നത്. ഭക്ഷണം ദാനം ചെയ്യാൻ സന്നദ്ധരായവരിൽ നിന്നും അത് അർഹരായവരിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. അതിനാൽ നമുക്ക് ഭക്ഷണം പാഴാക്കാതിരിക്കാം. അത് ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന അർഹരായവർക്ക് കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അതുവഴി സന്തോഷവും പങ്കുവയ്ക്കാം. ഭക്ഷണം പാഴാക്കുന്നതും പട്ടിണി കുറയ്ക്കുന്നതും ലക്ഷ്യമാക്കി ഭാരത സർക്കാരിന് കീഴിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുള്ള ഉദ്യമമാണ് സേവ് ഫുഡ്, ഷെയർ ഫുഡ് ആൻഡ് ഷെയർ ജോയ്. ഭക്ഷണം പാഴാക്കാതെ സംരക്ഷിക്കാനും ആവശ്യക്കാരിലേക്ക് അത് എത്തിക്കാനും അതിലൂടെ സന്തോഷം പങ്കുവയ്ക്കാനും ഈ ഉദ്യമം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനമെന്ന നിലയിൽ ഭക്ഷണം പങ്കുവയ്ക്കാനും അത് ആവശ്യക്കാർക്ക് ലഭ്യമാക്കാനും സന്നദ്ധതയുള്ളവർക്ക് അതോറിറ്റി സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാവുന്നതാണെന്ന് FSSAI കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ KN ധന്യ വ്യക്തമാക്കുന്നു. ഭക്ഷണം പാഴാക്കൽ, പട്ടിണി എന്നിവ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് FSSAI തുടക്കമിട്ട ഒരു പദ്ധതിയാണ് സേവ് ഫുഡ്, ഷെയർ ജോയ് കൺസെപ്റ്റ്. ഭക്ഷണനഷ്ടം തടയാനും ഉപയോഗിക്കാത്ത നല്ല ഭക്ഷണം ശേഖരിക്കാനും അത് അടുത്തു തന്നെയുള്ള പാവപ്പെട്ടവർക്ക് സുരക്ഷിതമായി എത്തിക്കാനും ഈ പദ്ധതി പൊതുജനങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു വരുന്നു. ഇന്ത്യൻ ഫുഡ് ഷെയറിംഗ് അലയൻസ് അഥവാ IFSA FSSAയുടെ കീഴിൽ അധികമായി വരുന്ന ഭക്ഷണം ശേഖരിക്കുന്നതിനും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതിനുമായുള്ള ഏജൻസികളെയും പൊതുപ്രവർത്തകരെയും NGOകളെയും ഒരുമിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇന്ത്യയിൽ പാഴാകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക, വിശക്കുന്നവർക്കും പോഷകാഹാരക്കുറവുമുള്ളവർക്ക് ഭക്ഷണം ലഭ്യമാക്കുക തുടങ്ങി പല കാര്യങ്ങളും ചെയ്യാൻ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കുന്നു. ശേഖരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ എല്ലാ ഭക്ഷണവും ശുചിത്വം, സുരക്ഷാ നിലവാരം എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി പല രീതിയിലുള്ള പരിശീലന പരിപാടികൾ FSSAI ഇതുമായി അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് നൽകി വരുന്നു. സേവ് ഫുഡ്, ഷെയർ ഫുഡിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ sharefoodeatrightindia.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ഒന്നുകൂടെ പറയാം: sharefoodeatrightindia.gov.in. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, കാറ്ററിംഗ് ഏജൻസികൾ തുടങ്ങി എല്ലാ ഭക്ഷ്യ ബിസിനസ്സുകളിലും ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കാനും അവരുടെ ശുദ്ധമായ മിച്ചഭക്ഷണം രജിസ്റ്റർ ചെയ്ത ഏജൻസികൾക്ക് കൃത്യസമയത്തിൽ എത്തിക്കാനുമുള്ള പ്രോത്സാഹനങ്ങൾ FSSAI ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു. വ്യക്തികളും സംരംഭങ്ങളും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചടങ്ങുകളിൽ നിന്നും ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള സുരക്ഷിതമായ മിച്ചഭക്ഷണം FSSAI രജിസ്റ്റർ ചെയ്ത ഏജൻസികൾക്ക് കൈമാറാം. അനാഥാലയങ്ങൾ, അഭയകേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ശേഖരിച്ച നല്ല ഭക്ഷണം എത്തിക്കുന്നതിന് പല സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. മിച്ച ഭക്ഷണം സുരക്ഷിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ പാരിസ്ഥിതിക സുസ്ഥിരതയും സാമൂഹിക ക്ഷേമവും നടപ്പാക്കാൻ നമുക്ക് കഴിയും. സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും
ഭക്ഷണം പരസ്പരം പങ്കുവയ്ക്കുന്നതിൻ്റെയും ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കൽ ഒഴിവാക്കുന്നതിൻ്റെയും ആവശ്യകത നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ പകർന്നു നൽകുന്നതിനായി ശ്രമിക്കാം. ഭക്ഷ്യസുരക്ഷ നടപ്പാക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ്. സാമ്പത്തിക ശേഷിയുള്ളവർ ആഘോഷങ്ങൾക്കായും സൽക്കാരങ്ങൾക്കായും ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ആവശ്യം കഴിഞ്ഞുള്ളവ മാലിന്യത്തിലേക്ക് തള്ളുകയും ചെയ്യുന്ന പ്രവണത ഇന്ന് ഏറി വരികയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സങ്കീർണമായ ഒരു പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് മാത്രമല്ല, ഭക്ഷ്യ സംസ്കാരത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ മിതമായും ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നാം എല്ലാവരും ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണെന്ന് സംസ്ഥാന ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും എല്ലാ പരിപാടികളും തന്നെ അത് ആചാരങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ വലിയ തോതിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ആളുകളാണ്. അത് കല്യാണങ്ങളിലായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളിലായിക്കോട്ടെ. ഇന്ന് ആവശ്യത്തിലോ അതിലധികവുമായിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വിളമ്പുകയും അല്ലെങ്കിൽ അത് പാചകം ചെയ്യുകയും എന്നാൽ അതിൻ്റെ 1/3 മാത്രം ഉപയോഗിച്ച് പാഴാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആഹാര വസ്തുക്കൾ ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് രൂപപ്പെടുന്ന മാലിന്യം വലിയൊരു വിപത്തായിട്ട് തന്നെ നമ്മുടെ മണ്ണിനും പ്രകൃതിക്കും മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഹാര വസ്തുക്കൾ പാഴാക്കുന്നത്, ജലം പാഴാക്കുന്നത് എല്ലാം തന്നെ വളരെ കരുതലോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന ഒന്നാണ്. പാചകം ചെയ്ത ഭക്ഷണം പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാതെ പാഴായി പോകുന്നത് ഇന്ന് വലിയൊരു പ്രശ്നമായി അവശേഷിക്കുകയാണെന്ന് കാറ്ററിംഗ് മേഖലയിലുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഉപയോഗശേഷം മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ അളവിൽ മാത്രം ഭക്ഷണം തയ്യാറാക്കുന്നതിനും ഏകീകൃതവും ശാസ്ത്രീയവുമായ സംവിധാനമില്ലാത്തതാണ് ഇതിന് കാരണം. ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ അനിവാര്യമാണെന്നും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇക്കാര്യം ഗൗരവമായി എടുക്കേണ്ടതുണ്ടെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രിൻസ് ജോർജ് അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് ഇതിനകത്ത് ക്വാണ്ടിറ്റിയിലുള്ള ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഫുഡ് വേസ്റ്റ് പരമാവധി കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇതിനത് ഒരു കൃത്യമായ പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ് വളരെ കൂടുതലാണെന്നുള്ളതാണ് ഒരു വാസ്തവം. എന്നാൽ ചില അർഹരായ ആൾക്കാരുണ്ട്, അവർക്ക് പുറത്തു വന്ന് ഇത് ചോദിക്കാനോ അല്ലെങ്കിൽ ഇത് കിട്ടേണ്ടതായ സാഹചര്യം പുറത്തേക്ക് പറയാനുള്ള മാനസിക ബുദ്ധിമുട്ടുകളൊക്കെയുള്ള ചില കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചും കൊടുക്കാറൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കാൻ സാധിക്കും, പിന്നീട് അവർക്കത് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഫുഡ് വേസ്റ്റ് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് കൃത്യമായ ഒരു പഠനമാണ് ഇതിന് വേണ്ടത്. ഏതെല്ലാം രീതിയിൽ ഇടപെട്ടാൽ ഈ ഫുഡ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസേഷൻസ്, ചാരിറ്റി ഓർഗനൈസേഷൻസ്, ക്ലബ്ബുകൾ, അങ്ങനെയുള്ള ലൈവായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സഹകരണത്തോടു കൂടി ഒരു ചർച്ചയിലൂടെയും ഒരു പഠനത്തിലൂടെയും മാത്രമേ ഇതിന് കൃത്യമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കുള്ള ഭക്ഷണം തീന്മേശയിലെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ വിഭവശേഷിയും പ്രയത്നവും നാം ഓർക്കേണ്ടതുണ്ട്. നാം പാഴാക്കുന്ന ഒരിറ്റു ഭക്ഷണം ഒരു ജീവന് താങ്ങാവാം, അതൊരു പുഞ്ചിരിക്കു കാരണമാകാം. ഓരോ ചെറിയ മാറ്റവും ഓരോ വലിയ പരിവർത്തനത്തിന് വഴിയൊരുക്കുമെന്നറിയുക. ആ മാറ്റം നമ്മുടെ പാചകപ്പുരകളിൽ നിന്നും നമ്മുടെ തീന്മേശകളിൽ നിന്നും തുടങ്ങാം. ആവശ്യത്തിന് മാത്രം വാങ്ങും, ആവശ്യമുള്ളത് മാത്രം പാചകം ചെയ്യും. ബാക്കിയുള്ള ഭക്ഷണം പാഴാക്കാതെ ആവശ്യമുള്ളവരുമായി പങ്കുവയ്ക്കും എന്ന ദൃഢനിശ്ചയം നമ്മുടെ ലോകത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നോർക്കുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.